നീണ്ട 6 വർഷത്തിന് ശേഷം പൈ നെറ്റ്വർക്കിൻ്റെ ഓപ്പൺ മെയിൻ നെറ്റ് വന്നേക്കുവാണ്. അതായത് പൈ നെറ്റ്വർക്ക് ലോഞ്ച് ആയേക്കുവാണ്. അപ്പോൾ പൈ മൈൻ ചെയ്ത ആൾക്കാർക്കൊക്കെ ഇപ്പോൾ പൈ സെല്ല് ചെയ്യാൻ പറ്റും, അവർ ലോക്ക് ചെയ്തിട്ടില്ലെങ്കിൽ. അപ്പോൾ ഇപ്പോഴത്തെ പൈയുടെ പ്രൈസ് എന്ന് വെച്ചാൽ $0.9. അപ്പോൾ ഈ ഒരു പ്രൈസ് കണ്ടിട്ട് കുറേ പേര് ടെൻഷനായിട്ട് അല്ലെങ്കിൽ അയ്യോ എത്ര ഉള്ളൂല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി നേരത്തെ പ്രൈസ് പ്രഡിക്ഷൻ വീഡിയോ ചെയ്ത അനുസരിച്ചുള്ള ഒരു രീതിയിലുള്ള പ്രൈസാണ് ഇതിൽ വന്നത്. പക്ഷേ അതിൽ ചെറിയ മാറ്റങ്ങളുണ്ട്. അതെന്താണെന്ന് ഞാൻ ഈ വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ പൈ നെറ്റ്വർക്കിൻ്റെ പ്രൈസ് ഇത്ര കുറഞ്ഞിരിക്കാനുള്ള റീസണൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ സംസാരിക്കാം. പിന്നെ ഞാൻ എന്താണ് എൻ്റെ പൈ കോയിൻസ് ചെയ്യാൻ പോണതെന്നുള്ളത് ഞാൻ ഇതിൽ പറയണ്ടാവും. പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പൈ കോയിൻസ് സെല്ല് ചെയ്ത് ക്യാഷ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതും ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. എക്സ്പ്ലോർ ടെക്, ക്രിപ്റ്റോ ആൻഡ് ബിയോണ്ട് വിത്ത് SNK. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ പൈ നെറ്റ്വർക്കിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ $0.9 ഓൾ കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ടോപ്പ് പ്രൈസ് എത്രയാണെന്ന് കാണാൻ പറ്റും. $2 അടുത്താണ് ടോപ്പ് പ്രൈസ് വന്നത്, 1.85. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ സെൽഫ് റിപ്പോർട്ടഡ് മാർക്കറ്റ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ $5.77 ബില്യൺ ആണ്. അപ്പോൾ നമ്മുടെ നേരത്തെ ആ ഒരു പൈ കോയിൻ്റെ IOU ലിസ്റ്റിംഗ് ഉണ്ടായിരുന്നു. IOU ലിസ്റ്റിങ്ങിൻ്റെ മാർക്കറ്റ് ക്യാപ്പിനേക്കാളും കൂടുതലാണ് ഈ ഒരു മാർക്കറ്റ് ക്യാപ്പ്. അപ്പോൾ പൈ ശരിക്കും വിജയകരമായാണ് ലോഞ്ച് ആയത്. കാരണം IOUവിനേക്കാളും കൂടുതൽ മാർക്കറ്റ് ക്യാപ്പ് ഉണ്ട് ഈ ഒരു ഒറിജിനൽ പൈക്ക്. പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫുള്ളി ഡൈലൂട്ടഡ് മാർക്കറ്റ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ $91.4 ബില്യൺ ആണ്. പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ സെൽഫ് റിപ്പോർട്ടഡ് സർക്കുലേറ്റിംഗ് സപ്ലൈ, അപ്പോൾ 6.31 ബില്യൺ പൈയാണ് സെൽഫ് റിപ്പോർട്ടഡ് സർക്കുലേറ്റിംഗ് സപ്ലൈ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി നേരത്തെയുള്ള പ്രൈസ് അനാലിസിസിൽ ഞാൻ പറഞ്ഞായിരുന്നു, സർക്കുലേറ്റിംഗ് സപ്ലൈ മാർക്കറ്റ് ക്യാപ്പും വെച്ചിട്ടാണ് ഒരു കോയിൻ്റെ പ്രൈസ് നിശ്ചയിക്കണേന്ന്. അപ്പോൾ ഇതിലെ സർക്കുലേറ്റിംഗ് സപ്ലൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും കൂടുതലാണ്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ മൈഗ്രേറ്റഡ് മൈനിങ് റിവാർഡ്സും പിന്നെ ലോക്ക്ഡ് റിവാർഡ്സും രണ്ടും ഉണ്ടല്ലോ. അപ്പോൾ ടോട്ടൽ മൈഗ്രേറ്റഡ് മൈനിങ് റിവാർഡ്സ് മൈനസ് ലോക്ക്ഡ് റിവാർഡ്സ് ആയിരിക്കും സർക്കുലേറ്റിംഗ് സപ്ലൈ എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഈ സർക്കുലേറ്റിംഗ് സപ്ലൈയിൽ ലോക്ക്ഡ് റിവാർഡ്സും വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം എന്താണെന്നുള്ളത്. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ മാക്സ് സപ്ലൈ എന്ന് വെച്ചാൽ 100 ബില്യൺ പൈയാണ്. ടോട്ടൽ സപ്ലൈ ഇപ്പോൾ ഇനിയും റിലീസാവാനുള്ള സപ്ലൈയിൽ വന്ന സപ്ലൈ ആണ് 6.31 ബില്യൺ സർക്കുലേറ്റിംഗ് സപ്ലൈ ആണ്. ടോട്ടൽ സപ്ലൈയിൽ ഇനി ഘട്ടമായിട്ട് റിലീസാവാൻ പോണതാണ് 9.71 ബില്യൺ പൈയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടോട്ടൽ സപ്ലൈ ഈ ഒരു 9.71 ബില്യൺ പൈ വരെ ആയിരിക്കും മിക്കവാറും പൈ നെറ്റ്വർക്കിൽ മൈനിങ് ഉണ്ടാവണേ. കാരണം ഈ ടോട്ടൽ സപ്ലൈ അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി പൈ എന്ന് വെച്ചാൽ അവർ ഘട്ടമായിട്ടായിരിക്കും റിലീസാക്കുള്ളൂ. കാരണം ഈ 100 ബില്യൺ പൈയും കൂടി നമുക്ക് ഉടനെ തന്നെ റിലീസായി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പ്രൈസ് ക്രാഷ് ആവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അവരെന്തായാലും ഇറക്കാൻ ചാൻസ് ഇല്ല. ഈ ഒരു 9.71 ബില്യൺ പൈയുടെ അത്രയും കൂടി അവർ മൈനിങ് റിവാർഡ്സ് കൊടുക്കുമായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഇത്രയും നാളും കൊണ്ട് മൈൻ ചെയ്ത് കിട്ടിയതെന്ന് വെച്ചാൽ 6.31 ബില്യൺ പൈയാണ്. ഇനി മൈനിങ് എന്തോരം കാലം ഉണ്ടോ അത്രയും കാലം ഉണ്ടെന്നല്ല നോക്കണത്. ഇനി മിക്കവാറും ഈ ഒരു 9.71 ബില്യൺ വരെ ആയിരിക്കും, ബില്യൺ എത്ര വരെ ആയിരിക്കും മിക്കവാറും മൈനിങ് ഉണ്ടാവുന്നത്. അത് കഴിഞ്ഞ് മൈനിങ് സ്റ്റോപ്പ് ആവുമായിരിക്കും. മൈനിങ് സ്റ്റോപ്പ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സർക്കുലേറ്റിംഗ് സപ്ലൈ സ്റ്റഡി ആയിട്ട് നിൽക്കും. അപ്പോൾ സർക്കുലേറ്റിംഗ് സപ്ലൈ എന്ന് വെച്ചാൽ 9.71 ബില്യൺ പൈ ആയിരിക്കും സർക്കുലേറ്റിംഗ് സപ്ലൈ എന്ന് പറഞ്ഞാൽ. പിന്നെ മാക്സ് സപ്ലൈ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 100 ബില്യൺ പൈ എന്നുള്ളത്. 100 ബില്യൺ പൈ എന്നുള്ളത് ഭാവിയിൽ അവർക്ക് വേണമെങ്കിൽ ഇപ്പോൾ പൈയുടെ സപ്ലൈ കൂട്ടണമെന്നുണ്ടെങ്കിൽ കുറേശ്ശെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചേക്കണേയായിരിക്കും. അല്ലാണ്ട് 100 ബില്യൺ പൈ ഇങ്ങനെ ഘട്ടമായിട്ട് ഇങ്ങനെ ആഡ് ആക്കിക്കൊണ്ടിരിക്കില്ല സർക്കുലേറ്റിംഗ് സപ്ലൈയിലായിട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മാർക്കറ്റ് ക്രാഷ് ആവും. അപ്പോൾ മിക്കവാറും 10 ബില്യൺ ആയിരിക്കും അവർ ടോട്ടൽ സപ്ലൈ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 10 ബില്യൺ ആണെങ്കിൽ നമുക്ക് അത്ര പേടിക്കാനില്ല. 10 ബില്യൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ബില്യൺ മാർക്കറ്റ് ക്യാപ്പ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് $1 ആവും പൈക്ക്. 10 ബില്യൺ ആണ് സർക്കുലേറ്റഡ് സപ്ലൈ എങ്കിൽ. പിന്നെ 100 ബില്യൺ മാർക്കറ്റ് ക്യാപ്പ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് $10 ആവും ഒരു പൈ. അപ്പോൾ അതാണ് എൻ്റെ ഒരു അനാലിസിസ് എന്ന് വെച്ചാൽ. അപ്പോൾ എൻ്റെ ഒരു അനാലിസിസ് വെച്ചിട്ട് ഈ ഒരു പൈ നെറ്റ്വർക്കിൻ്റെ മൈനിങ് ഇതുവരെ സ്റ്റോപ്പ് ആയിട്ടില്ല. അപ്പോൾ സ്റ്റോപ്പ് ആവണത് മിക്കവാറും 9.71 ബില്യൺ പൈസ് മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോഴായിരിക്കും അത് മിക്കവാറും സ്റ്റോപ്പ് ആവണത്. അത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള മാക്സ് സപ്ലൈ എന്നുള്ള 100 ബില്യൺ പൈ അതിൻ്റെ റിലീസിങ് ചിലപ്പോൾ അവരുടെ ടീം മിക്കവാറും അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുമായിരിക്കും. കുറേശ്ശെ അങ്ങനെ റിലീസ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അത് റിലീസ് ചെയ്യില്ല എന്ന് വിചാരിച്ചേക്കാം.
കാരണം 100 ബില്യണൊക്കെ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ക്രാഷ് ആവും. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ മെയിനായിട്ട് മെട്രിക്സ് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇപ്പോൾ ബ്ലോക്ക് എക്സ്പ്ലോററിൽ ഇവർ ഡീറ്റെയിൽഡായിട്ട് ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽഡ് കൊടുത്താണ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ടോട്ടൽ മൈഗ്രേറ്റഡ് മൈനിങ് റിവാർഡ്സ് എന്ന് വെച്ചാൽ 6.3 ബില്യൺ ആണ് ടോട്ടൽ മൈഗ്രേറ്റഡ് മൈനിങ് റിവാർഡ്സ്. കറൻ്റ്ലി ലോക്ക്ഡ് മൈനിങ് റിവാർഡ്സ് 4.7 ബില്യൺ ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തിരുന്നത് 6.3 മൈനസ് 4.7 വെച്ചിട്ടാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്. ലോക്ക്ഡ് മൈനിങ് റിവാർഡ്സ് സർക്കുലേറ്റിംഗ് സപ്ലൈയിൽ വരുന്നത് ഞാൻ വിചാരിച്ചില്ലായിരുന്നു. അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ടോട്ടൽ മൈഗ്രേറ്റഡ് മൈനിങ് റിവാർഡ്സ് ഫുള്ളും സർക്കുലേറ്റിംഗ് സപ്ലൈ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് അവർ. അപ്പോൾ ഈ ടോട്ടൽ മൈഗ്രേറ്റഡ് മൈനിങ് റിവാർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡയറക്റ്റ്ലി നമുക്ക് സർക്കുലേറ്റിംഗ് സപ്ലൈ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ സർക്കുലേറ്റിംഗ് സപ്ലൈ എന്ന് പറഞ്ഞിട്ട് അവർ അത് സെയിം തന്നെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെന്ന് വെച്ചാൽ ലോക്ക്ഡ് മൈനിങ് റിവാർഡ്സ് റിമൂവ് ചെയ്തിരുന്നു അതിൽ നിന്ന്. അപ്പോൾ ലോക്ക്ഡും സർക്കുലേറ്റിംഗ് സപ്ലൈയിൽ വരും. പിന്നെ ഇവിടെ ടോട്ടൽ സപ്ലൈ എന്ന് പറഞ്ഞിട്ട് 9.7 ബില്യൺ ഏരിയുണ്ട്. മാക്സ് സപ്ലൈ എന്ന് പറഞ്ഞിട്ട് 100 ബില്യൺ ഏരിയുണ്ട്. ഈ 100 ബില്യൺ പേടിക്കേണ്ട കാര്യമില്ല. അതെനിക്ക് തോന്നുന്നത് അത് കുറേ വർഷങ്ങൾ എടുക്കുമായിരിക്കും മിക്കവാറും ഈ 100 ബില്യൺ മാർക്കറ്റിലേക്ക് വരാനായിട്ട്. ഈ 9.7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ 9.7 ബില്യൺ ആവണ വരെ സർക്കുലേറ്റിംഗ് സപ്ലൈ 9.7 ബില്യൺ ആവണ വരെ മൈനിങ് തുടരുമായിരിക്കും. അതിനാണ് ചാൻസ് ഉള്ളത്. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ 10 ബില്യൺ സർക്കുലേറ്റിംഗ് സപ്ലൈ ആണെങ്കിൽ ഞാൻ പറഞ്ഞാൽ അതിൽ 100 ബില്യൺ ആയി കഴിഞ്ഞാൽ $10 ആവും. 200 ബില്യൺ ആയി കഴിഞ്ഞാൽ $20 ആവും. അപ്പോൾ അങ്ങനെയാണ് 200 ബില്യൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കോയിൻ മാർക്കറ്റ് ക്യാപ്പ് എടുത്ത് നോക്കുവാണെങ്കിൽ എതീറിയത്തിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ 328 ബില്യൺ ആണ്. XRPയുടെ നോക്കുകയാണെങ്കിൽ 155 ബില്യൺ ആണ്. സോളിൻ്റെ നോക്കുകയാണെങ്കിൽ 84 ബില്യൺ ആണ്. USDT നോക്കുവാണെങ്കിൽ 141 ബില്യൺ ആണ്. അപ്പോൾ പൈ ഇപ്പോൾ ലോഞ്ച് ആയിട്ടുള്ളൂ. പൈയുടെ യൂട്ടിലിറ്റിയും പൈയുടെ യൂസേജൊക്കെ അനുസരിച്ചിട്ട് പൈയുടെ മാർക്കറ്റ് ക്യാപ്പ് കൂടാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ലോഞ്ച് ആയിട്ടുള്ളൂ. പിന്നെ ഈ പ്രൈസ് ക്രാഷ് ഇത്രയും പ്രൈസ് അല്ല ആൾക്കാർ ഉദ്ദേശിച്ച മറ്റേ GCV പ്രൈസൊക്കെ കിട്ടുമെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. അതൊന്നും ഒരിക്കലും കിട്ടില്ല. അപ്പോൾ അത് കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഒരു വിഷമം കൂടി ഉണ്ട്. അപ്പോൾ കുറച്ച് സെല്ലിംഗ് പ്രഷറും ഉണ്ടാവും. അതാണ് മിക്കവാറും ഡൗൺ ആയേക്കണത്. ഇനി നിങ്ങൾക്ക് ഇത് സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നാ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ പൈ ബ്രൗസർ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുവാണെങ്കിൽ ഇതിൽ വാലറ്റിൽ പോകാം. വാലറ്റിൽ പോയി കഴിയുമ്പോൾ എൻ്റെ പൈ ലോക്ക്ഡ് ആണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ പൈ ഓൾറെഡി ലോക്ക്ഡ് ആണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്നാണ് അൺലോക്ക് ആവണമെന്ന് കാണാൻ പറ്റും. 2025/7/8 അതായത് ജൂലൈയിലാണ് അൺലോക്ക് ആവുള്ളൂ. ഇനി നിങ്ങളുടെ അൺലോക്ക് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മൈഗ്രേഷൻസിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോക്കപ്സിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. എന്നിട്ട് നിങ്ങൾ മാനുവലി മൂവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് മെയിൻ നെറ്റിലായിട്ട് മൂവ് ചെയ്യണം. നിങ്ങളുടെ അൺലോക്ക് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മൂവബിൾ ലോക്കപ്സ് എന്ന് കാണാൻ പറ്റും. എന്നിട്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് മൂവ് എന്നുള്ളൊരു ബട്ടൺ കാണും. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് കിട്ടുവാണെങ്കിൽ ഞാൻ ആഡ് ചെയ്തേക്കാം. മൂവ് എന്നുള്ളൊരു ബട്ടൺ കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അവർ ചോദിക്കും നിങ്ങൾക്ക് വീണ്ടും സെയിം ലോക്കപ്പിൽ തന്നെ വീണ്ടും ലോക്ക് ചെയ്യണമെന്ന് ചോദിക്കും. അങ്ങനെയാണെങ്കിൽ ക്രിയേറ്റ് ലോക്കപ്പ് കൊടുക്കുക. സെയിം ലോക്കപ്പിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലോക്കപ്പ് പീരീഡ് എടുത്തിട്ട് ലോക്ക് ചെയ്ത് തന്നെ കൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഈ പൈയുടെ മൈനിങ് എന്തോരം കാലം ഉണ്ടോ അത്രയും കാലം നമുക്ക് സ്പീഡിൽ മൈൻ ചെയ്യാൻ പറ്റും. അതാണ് ലോക്ക് ചെയ്താലുള്ള ഗുണം. അപ്പോൾ ഞാനിപ്പോൾ ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ ജൂലൈയിലാണ് എൻ്റെ അൺലോക്ക് ആവുന്നത്. ഞാൻ മിക്കവാറും ഇത് വീണ്ടും ലോക്ക് ചെയ്യും 3 കൊല്ലത്തേക്ക്. ഞാൻ ഇപ്പോൾ സെല് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ഞാനൊരു ലോങ് ടൈം ഒരു ഗോൾ വെച്ചിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ ഒരു പ്രൈസ് വെച്ചിട്ട് ഞാൻ സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഭാവിയിലേക്ക് വേണ്ടിയിട്ട് വീണ്ടും ലോക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഒരു 3 കൊല്ലത്തേക്ക്. അപ്പോൾ എൻ്റെ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ ആക്റ്റീവ് ലോക്കപ്പിലാണ് കിടക്കുന്നത്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ എൻ്റെ മൂവബിൾ ലോക്കപ്പിലേക്ക് വരും. അപ്പോൾ ഞാൻ മൂവ് ക്ലിക്ക് ചെയ്തിട്ട് ക്രിയേറ്റ് ലോക്കപ്പ് കൊടുത്തിട്ട് വീണ്ടും ലോക്ക് ചെയ്യും. ഇനി നിങ്ങൾക്ക് ക്രിയേറ്റ് ലോക്കപ്പ് കൊടുക്കണമെങ്കിൽ മൂവ് ക്ലിക്ക് ചെയ്തിട്ട് മൂവ് എന്ന് പറഞ്ഞിട്ടുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ബാക്ക് അടിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ബാലൻസിൽ നിങ്ങളുടെ ഈ ഒരു പൈ വന്ന് കിടക്കണം കാണാൻ പറ്റും. ഇപ്പോൾ എൻ്റെ അവൈലബിൾ ബാലൻസ് കാണിക്കാത്ത എന്നാന്ന് വെച്ചാൽ എൻ്റെ ലോക്ക്ഡ് പൈയാണ്, അതുകൊണ്ടാണ്. അപ്പോൾ അവൈലബിൾ ബാലൻസ് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പൈനെ ഏത് എക്സ്ചേഞ്ച് വേണമെങ്കിലും ഇട്ടിട്ട് സെല് ചെയ്യാൻ പറ്റും. സെല് ചെയ്യണം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ബേസിക്ക് ഞാനിപ്പോൾ സെല് ചെയ്യല്ല, എൻ്റെ കയ്യിൽ സെല് ചെയ്യാനൊന്നും ഇല്ല. ഇനി ഇത് സെല് ചെയ്യണം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ലിസ്റ്റ് ആയിരിക്കുന്ന എക്സ്ചേഞ്ചുകളിൽ നോക്കിയിട്ടാണ് സെല് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവൈലബിൾ ബാലൻസ് വന്നതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് സെല് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ലോക്കപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് പറ്റുള്ളൂ. അപ്പോൾ എന്നിട്ട് നിങ്ങൾ ഈ പേ ഓർ റിക്വസ്റ്റിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇത് സെല് ചെയ്യാനായിട്ട് പേ ഓർ റിക്വസ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് നോക്കുക മാനുവലി ആഡ് വാളറ്റ് അഡ്രസ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ സ്കാനർ QR കോഡ് കൊടുത്തിട്ട് QR കോഡ് വെച്ചിട്ട് സ്കാൻ ചെയ്യാം. ഇവിടെ നമ്മൾ കൊടുക്കാൻ പോകുന്നത് മാനുവലി ആഡ് വാലറ്റ് അഡ്രസ്സാണ്. അത് കൊടുക്കുക. അത് കൊടുത്തതിന് ശേഷം ഇപ്പോൾ Gate.ioയിലുണ്ട്, MEXC-ലുണ്ട്, പിന്നെ ബിറ്റ്ഗെറ്റിലുണ്ട്. ഇങ്ങനെ 3 എക്സ്ചേഞ്ചസിലാണ് മെയിൻ എക്സ്ചേഞ്ചസ് എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ അതൊക്കെയാണ്. ബൈനാൻസിൽ ലിസ്റ്റ് ആയിട്ടില്ല. ബൈനാൻസിൽ ലിസ്റ്റ് ആയി കഴിഞ്ഞാൽ ബൈനാൻസിലായിട്ട് സെറ്റ് ചെയ്തിട്ട് അതിൽ സെല് ചെയ്യായിരിക്കും നല്ലത്.
ഇനി ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് Gate.io ആണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. Gate.io ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. Gate.io ഇപ്പോൾ ഇന്ത്യയിൽ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്, അതുകൊണ്ട് Gate.io കിട്ടിക്കൊള്ളണമെന്നില്ല. എൻ്റെ ഇപ്പോൾ പഴയ ആപ്പ് കിടക്കുന്നതുകൊണ്ടാണ്. എന്നിട്ട് ഇവിടെ ഡെപ്പോസിറ്റ് അടിക്കുക. ഡെപ്പോസിറ്റ് അടിച്ച് കഴിയുമ്പോൾ ഇവിടെ ഓൺ ചെയിൻ ഡെപ്പോസിറ്റ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾ സെർച്ച് കോയിൻ്റെ അവിടെ പൈ സെർച്ച് ചെയ്യുക. പൈ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടിയെന്നല്ല, നെറ്റ്വർക്കൊന്നും കൂടി സെർച്ച് ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. എന്നിട്ട് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ സെലക്ട് ഡെപ്പോസിറ്റ് അഡ്രസ്സ് നെറ്റ്വർക്കിൽ പൈ കൊടുക്കുക. പൈ കൊടുത്തതിന് ശേഷം ഇവിടെ ഈ അഡ്രസ്സിൻ്റെ സംഭവം നിങ്ങൾക്ക് ചിലപ്പോൾ ലോഡാകാൻ ടൈം എടുക്കും. 10-20 സെക്കൻഡ് വെയിറ്റ് ചെയ്യേണ്ടി വരും. അത് വെയിറ്റ് ചെയ്യുക, കാരണം പുതിയതായിട്ട് ജനറേറ്റ് ചെയ്യുന്ന അഡ്രസ്സാണ്, അതുകൊണ്ടാണ്. എന്നിട്ട് ഇവിടെ കോപ്പി ചെയ്യുക. ഈ അഡ്രസ്സ് കോപ്പി ചെയ്തിട്ട് ഇപ്പുറം കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യുക. മെമോ നമുക്കില്ലാത്തതുകൊണ്ട് നമ്മളിവിടെ മെമ്മോയൊന്നും കൊടുക്കണ്ട. സേവ് ടു കോൺടാക്ട്സ് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് എക്സ്ചേഞ്ചിലെ അഡ്രസ്സാണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ ഒരു അഡ്രസ്സ് നമ്മൾ സേവ് ചെയ്തിട്ട് ഭാവിയിൽ എങ്ങനെ പൈസ സെൻഡ് ചെയ്യണമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഈ അഡ്രസ്സ് എക്സ്ചേഞ്ചിലെ അഡ്രസ്സ് അങ്ങനെയാണ്, ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ആക്കുക അവർ. അപ്പോൾ അതുകൊണ്ട് ഈ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിലെ അഡ്രസ്സ് സേവ് ചെയ്ത് വെക്കരുത്. പുതിയതായിട്ട് നമ്മൾ സെൻഡ് ചെയ്യുന്ന സമയത്ത് ഓരോ തവണയും കൺഫേം ആക്കുക, അഡ്രസ്സ് കറക്റ്റാണോ എന്ന് കൺഫേം ആക്കിയിട്ട് സെൻഡ് ചെയ്യുക. എന്നിട്ട് ഇവിടെ നമ്മൾ എത്ര പൈ വേണമെന്ന് കൊടുക്കുക. ഇവിടെ എത്ര പൈ വേണമെന്ന് കൊടുക്കുക. അപ്പോൾ 0.01 പൈ എൻ്റെ കയ്യിലുണ്ട്. 0.01 പൈ 10 പൈ ആണെങ്കിൽ 10 പൈ എന്നിട്ട് കൊടുത്തിട്ട് ഇവിടെ നിങ്ങൾ സെൻഡ് എന്നുള്ളത് കൊടുക്കുക. സെൻഡ് എന്നുള്ളത് കൊടുത്ത് കഴിയുമ്പോൾ ഈ ട്രാൻസാക്ഷൻ ഇനീഷ്യേറ്റ് ആവും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പൈ വരും. ഇതിപ്പോൾ Gate.io ആണ് ഞാൻ കാണിക്കുന്നത്. എല്ലാ എക്സ്ചേഞ്ചിലും ഇതുപോലെ തന്നെയാണ്. വാലറ്റിൽ പോയിട്ട് സ്പോട്ടിൽ പോയിട്ട് ഡെപ്പോസിറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ട്രേഡിൽ പോവുക. ട്രേഡിൽ പോയിട്ട് നമ്മുടെ പൈ വന്നു കഴിയുമ്പോൾ ട്രേഡിൽ പോയിട്ട് ഇവിടെ പൈ എടുക്കുക. പൈ/USDT എടുക്കുക. പൈ/USDT എടുത്തിട്ട് ഇവിടെ നിങ്ങൾ സെല്ലാണ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് സെല്ല് ചെയ്യാനായിട്ട്. എന്നിട്ട് ഇവിടെ മാർക്കറ്റ് കൊടുക്കുക. മാർക്കറ്റ് കൊടുക്കണം എന്തിനാണെന്ന് വെച്ചാൽ ഇൻസ്റ്റൻ്റായിട്ട് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇവിടെ 100% എടുത്തിട്ട് സെൽ പൈ കൊടുക്കുക. സെൽ പൈ കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് ആ പൈ സെല്ലായിട്ട് USDT ആയിട്ട് ഇതിൽ കിട്ടും. USDT ആയിട്ട് ഇതിൽ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു USDTനെ നിങ്ങൾക്ക് ക്യാഷ് ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് P2P ട്രേഡിങ് യൂസ് ചെയ്യാം. P2P ട്രേഡിങ് Gate.ioയിൽ P2P ട്രേഡിങ് ഉണ്ട്, അതാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബൈനാൻസിലേക്ക് USDT സെൻഡ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലെ P2P ട്രേഡിങ് യൂസ് ചെയ്യാം. അങ്ങനെയാണ് ക്യാഷ് ആക്കണത്. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും P2P ട്രേഡിങ് എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ബൈനാൻസിൻ്റെ P2P ട്രേഡിങ്ങിൻ്റെ ട്യൂട്ടോറിയൽ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് കാണണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനൊരു സജഷൻ എന്ന് വെച്ചാൽ എല്ലാം ഫിനാൻഷ്യൽ അഡ്വൈസായിട്ട് നിങ്ങൾ കാണരുത്. എൻ്റെ ഒരു ഇത് വെച്ചിട്ട്, എൻ്റെ ഒരു തോട്ട് വെച്ചിട്ട് പൈ അത്യാവശ്യം ഹൈപ്പുള്ളൊരു സംഭവമാണ്, അത്യാവശ്യം യൂട്ടിലിറ്റി ഉള്ളൊരു സംഭവമാണ്, വേൾഡ് വൈഡ് ഉള്ളതാണ്, അത്യാവശ്യം ബിഗ് നമ്പർ ഓഫ് ഹോൾഡേഴ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ജസ്റ്റ് ഇപ്പോൾ ലോഞ്ചായ ഈ ഒരു പ്രൈസ് വെച്ചിട്ട് സെല്ല് ചെയ്ത് ഒഴിവാക്കാണ്ട് കുറച്ച് നാൾ വെയിറ്റ് ചെയ്യായിരിക്കും നല്ലതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ നിങ്ങൾക്ക് പൈ മൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഹൈ സ്പീഡിൽ മൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഈ ഒരു പൈ തന്നെ ലോക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ മാക്സിമം ടോട്ടൽ സപ്ലൈ എന്ന് വെച്ചാൽ 9.7 ബില്യൺ പൈ ആണ്. അപ്പോൾ 9.7 ബില്യൺ പൈ ആവണ വരെയായിരിക്കും മിക്കവാറും മൈനിങ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും മൈനിങ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പോൾ പൈ സെല്ല് ചെയ്യണവർക്കൊക്കെ മൈനിങ് ചെയ്യുമ്പോൾ കുറച്ച് പൈ ആയിരിക്കും കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ലോക്ക് ചെയ്യണ ആൾക്കാർക്ക് കൂടുതൽ പൈ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതും കൺസിഡർ ചെയ്യേണ്ട സംഭവമാണ്. അപ്പോൾ പിന്നെ ഇവർ ഭാവിയിൽ ഇപ്പോൾ 100 ബില്യൺ പൈ ലോഞ്ച് മാർക്കറ്റിലേക്ക് കൊണ്ടുവരാൻ പ്ലാൻ ഇട്ടുണ്ടെങ്കിൽ അവർ ഭാവിയിൽ അതിൻ്റെ ബേണിങ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമായിരിക്കും. അല്ലാണ്ട് അവർ 100 ബില്യൺ പൈ ഒന്നും കൊണ്ടുവരാൻ ചാൻസ് ഇല്ല. ഇതാണ് എൻ്റെ ഒരു അനാലിസിസ്. പിന്നെ 100 ബില്യൺ മാർക്കറ്റ് ക്യാപ്പ് അടിക്കുന്ന പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ റിയൽ വേൾഡ് യൂട്ടിലിറ്റി ഉണ്ട് പൈക്ക്. കാരണം വേൾഡ് വൈഡ് ഈ പറഞ്ഞാൽ ഇഷ്ടംപോലെ ഹോൾഡേഴ്സ് ഉണ്ട്. 19 മില്യൺ KYC കംപ്ലീറ്റ് ചെയ്ത ഹോൾഡേഴ്സ് ഉണ്ട്. പിന്നെ അതുകൂടാണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ 100+ ആപ്സ് ഈ ബ്ലോക്ക് ചെയിനിന് വേണ്ടിയിട്ട് 100+ ആപ്സ് ഓൾറെഡി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇ കൊമേഴ്സിൽ പർച്ചേസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ റിയൽ വേൾഡ് യൂട്ടിലിറ്റി ഉണ്ട്. അപ്പോൾ ഭാവിയിൽ ഇത് നല്ല രീതിക്ക് മാർക്കറ്റ് ക്യാപ്പ് കയറി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലെ കൊണ്ടുവരാൻ നിർത്തുക. അപ്പോൾ പുതിയ വീഡിയോസ് വരുമ്പോൾ തന്നെ അറിയാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.